ഡോക്ടർ എ സമ്പത്ത്, ഇവിടെ ഇപ്പോൾ ജാനകി എന്നൊരു പെൺകുട്ടി നടത്തുന്ന പോരാട്ടമാണ്. അപ്പോൾ ആ പേരിന്റെ തന്നെ മറുതലക്കിൽ നമ്മൾ കാണുന്നത് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ളതാണ്. അപ്പോൾ ഒരു പക്ഷേ സ്റ്റേറ്റിനെതിരെയുള്ള പോരാട്ടമാണ്. അങ്ങനെയാണെങ്കിൽ അത് കേരള സ്റ്റേറ്റ് ആണ്. അത് അസംഷൻ മാത്രമാണ് കേട്ടോ, നമുക്കറിയില്ല. ചില വ്യാഖ്യാനങ്ങളൊക്കെ അങ്ങനെ വായിക്കുകയും ചെയ്തു. പക്ഷേ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സുരേഷ് ഗോപിയുടെ സിനിമയാണ് ആദ്യം ഈ വിഷയത്തിൽ സെൻസർ ബോർഡിനെതിരെ രംഗത്ത് വരികയും സിനിമയ്ക്ക് അനുകൂലമായി നിലപാടെടുക്കുകയും ചെയ്ത സംഘടന DYFI ആണ്. നോക്കൂ, ഒരുപക്ഷെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യേണ്ടത് തന്നെയാകാം, പക്ഷേ ചോദ്യം ചെയ്യാനുള്ള നിങ്ങളുടെ അവകാശം സംരക്ഷിക്കപ്പെടുന്നത് വരെ ഞാൻ അതിനുവേണ്ടി പോരാടും എന്ന് പറയുന്ന നയമാണോ ഈ വിഷയത്തിൽ CPIM-നുള്ളത്? അസിത, ഇത് സാധാരണഗതിയിൽ നമ്മൾ സിനിമാ പ്രേക്ഷകർക്ക്, ഞാൻ ചലച്ചിത്ര രംഗവുമായി വളരെ അടുത്ത് ബന്ധമുള്ള ഒരാളല്ല. നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ലിബർട്ടി ബഷീർ ആയാലും അഡ്വക്കേറ്റ് ഷുക്കൂർ ആയിരുന്നാലും അവരൊക്കെ തന്നെ അവരുടെ ജീവിതം തന്നെ ഈ ചലച്ചിത്ര രംഗവുമായി ഇഴുകിച്ചേർന്നതാണ്. ഞാനൊരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴേ ഇങ്ങനെ സിനിമ കണ്ട്, ആ കാലത്തൊക്കെ ഈ സിനിമകൾ, ഭക്തി മാർഗത്തിലുള്ള സിനിമകളാണ് എൻ്റെ വളരെ കുട്ടിക്കാലത്ത് അത്തരത്തിൽ. അത് മാത്രമല്ല, ഒരുപാട് തമിഴ് സിനിമകളാണ്. പിന്നീടാണ് ഈ 1970-കൾക്ക് ശേഷം ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഞാൻ ഇതിനെ മറ്റൊരു വിധത്തിൽ, ഞാനിപ്പോൾ ഇന്നലെയും മെനഞ്ഞാന്നുമെല്ലാം ചില ചർച്ചകളിൽ, ഇതുപോലെ ടെലിവിഷൻ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ ഈ വിഷയമായിരുന്നില്ല എങ്കിൽ പോലും BJP-ക്കാരായ ചില ചങ്ങാതിമാർ, സംഘപരിവാറുമായി വളരെ അടുത്ത ബന്ധമുള്ള പലരും പറഞ്ഞൊരു കാര്യം, അത് ഇപ്പോൾ ഈ നമ്മുടെ ഈ ചർച്ചയിൽ വലതു നിരീക്ഷകനായിട്ടാണ് നമ്മുടെ ചങ്ങാതി ഇതിൽ പങ്കെടുക്കുന്നത്, മിഥുൻ അതിൽ പങ്കെടുക്കുന്നതെങ്കിലും പറഞ്ഞ വാചകം, ഇത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന നിലയിലേക്ക്, നാണം കെടുത്തുന്ന അവസ്ഥയിലേക്കാണ് എന്നാണ് അവർ പറഞ്ഞത്. അത് ഞങ്ങൾ തമ്മിലുള്ള വർത്തമാനത്തിൽ പറഞ്ഞ അത് തന്നെയാണ് ഇവിടെ മിഥുനും പറഞ്ഞത്. ഞാനൊരു 2 മിനിറ്റ് കൊണ്ട് അസിത, ഈ നമ്മൾ ഇന്ത്യയിലെ ആദ്യത്തെയും ഒടുവിലത്തെയും ആഭ്യന്തര അടിയന്തരാവസ്ഥയുടെ 50ാമത് വാർഷികം ആചരിക്കുന്ന വേളയാണത്. അപ്പോൾ ഈ ഭരണഘടന തന്നെ അട്ടിമറിക്കപ്പെടുകയും ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇരയാക്കപ്പെടുകയും മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയും ഒക്കെ ചെയ്തതിനെ സംബന്ധിച്ചെല്ലാം ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ ഇതെല്ലാം ക്യാമ്പസുകളിൽ ചർച്ച ചെയ്യണമെന്നും രാജ്യത്ത് ചർച്ച ചെയ്യണമെന്നും അത്തരത്തിൽ അഭ്യർത്ഥിക്കുകയും നമ്മുടെ രാജ്യത്തെമ്പാടും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഈ ഒരു വർഷം മുഴുവൻ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ പല ആളുകളും ജീവിച്ചിരിക്കുന്നവർ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായിട്ടുള്ള ആളുകളുണ്ട്. ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിമാരിൽ അടിയന്തരാവസ്ഥക്കാലത്ത് ഏറ്റവും ക്രൂരമായ പീഡനങ്ങൾക്കും ഭേദ്യം ചെയ്യലിനും വിധേയനായി ഭാഗ്യം കൊണ്ട് മാത്രം ജീവൻ നിലനിർത്താൻ കഴിഞ്ഞ മനുഷ്യൻ സഖാവ് പിണറായി വിജയനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. മറ്റ് ഒരു സംസ്ഥാനത്തെയും ഒരു മുഖ്യമന്ത്രിയും ഇന്ത്യൻ യൂണിയനിലെ ഒരു ക്യാബിനറ്റ് മന്ത്രിയും അത്തരത്തിൽ പീഡനങ്ങൾ സഹിച്ചവരല്ല. ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളവർക്കേ അതിനെപ്പറ്റി അറിയുള്ളൂ, പീഡനങ്ങൾ അനുഭവിച്ചിട്ടുള്ളവർക്കേ അതിനെപ്പറ്റി അറിയുള്ളൂ. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ട കാലത്ത് എന്തായിരുന്നു എന്ന് അതിൽ കൂടി അങ്ങനെ ഈ കടന്നു വന്നവർക്ക് മാത്രമേ അത് ബോധ്യപ്പെടൂ. 1975-ലാണ് OV വിജയൻ ധർമ്മപുരാണം എഴുതുന്നത്. ആ ധർമ്മപുരാണത്തിൽ ഇന്ന് സംഭവിച്ചിട്ടുള്ളതുപോലെയുള്ള ചില കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞു എങ്കിൽ 50 കൊല്ലത്തിന് മുമ്പ് അത്തരത്തിൽ OV വിജയൻ എന്ന ഒരു എഴുത്തുകാരന് ഈ രാഷ്ട്രീയ അധികാരത്തിൻ്റെ പ്രമത്തതയിൽ ചില ആളുകൾ ആറാടുമ്പോഴും അവരുടെ ഉച്ഛിഷ്ടം ഭോജിക്കുന്നതിന്, അങ്ങനെ തന്നെ ഞാൻ പറയുകയാണ്, അതിലെ വാചകമാണത്, അതിൽ ആനന്ദം കണ്ടെത്തുന്നവരായിട്ടുള്ള ഉദ്യോഗസ്ഥ ദുഷ്പ്രമാണിമാരെയും എല്ലാം വിമർശിക്കുന്നത്. ആ കൃതി പുറത്തിറങ്ങുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ്. 1975 അത് പൂർത്തിയാക്കിയെങ്കിലും അത് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞില്ല. 77-ന് ശേഷമാണ് പുറത്തിറങ്ങിയത്. വൈലോപ്പിള്ളി അടക്കം അടിയന്തരാവസ്ഥയെ എതിർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റേതായ കവിതകൾ വരികയുണ്ടായി. അത് ഈ പ്രൊഫസർ ഈച്ചർവാരിയുടെ മകൻ, മിടുക്കനായ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി രാജൻ എന്നേക്കുമായി അപ്രത്യക്ഷനാക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഭരണകൂടത്തിൻ്റെ നിശബ്ദതയെ സംബന്ധിച്ച് അദ്ദേഹം എഴുതിയത്, ഈ മകരക്കൊയ്ത്ത് എന്ന അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയിൽ മിണ്ടുക മഹാമുനെ എന്ന് വൈലോപ്പിള്ളി തന്നെ എഴുതുകയുണ്ടായി. പുനലൂർ ബാലൻ വേട്ടയാടപ്പെട്ടു, ഉണ്ണികൃഷ്ണൻ പുത്തൂർ വേട്ടയാടപ്പെട്ടു, ബാലചന്ദ്രൻ ചുള്ളിക്കാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നു. അക്കാലത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുകയുണ്ടായി.